ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് അൺപാർലമെന്ററിയായി മാറിയത്? ചോദിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടിയിൽ നിന്ന് പിണങ്ങിത്തിരിഞ്ഞ ജി സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് പിണറായി പറഞ്ഞത്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് കാലത്തിലെ ചൂടുള്ള വാക്കായി ചെറ്റത്തരം മാറി. ആ വിളി തനിക്ക് അഭിമാനമെന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ മലയാളം പഠിപ്പിക്കുകയും ചെയ്തു സുധാകരൻ. എന്നാൽ അർത്ഥം അല്പതരം എന്നാണെന്നാണ് AK ബാലന്റെ പ്രതിരോധം. മുഖ്യമന്ത്രിക്ക് നിരക്കാത്ത പ്രയോഗമെന്ന് ചെന്നിത്തല പറഞ്ഞു. ശരിക്കും ചെറ്റത്തരം പോലുള്ള പ്രയോഗങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ അഭികാമ്യമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ജനങ്ങളോട് ചോദിക്കുന്നത്. അമൽ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം. 63 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാരമ്പര്യമുള്ള ജി സുധാകരൻ പാർട്ടിയുമായുള്ള തന്റെ പൊക്കിൾക്കൊടി ബന്ധം അറുത്തുമാറ്റിക്കൊണ്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. സുധാകരൻ ചെയ്തത് വർഗവഞ്ചനയാണെന്നും രാഷ്ട്രീയ ചെറ്റത്തരമാണെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം ഇതിനോടകം തന്നെ രാഷ്ട്രീയ കേരളം ചർച്ചയാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇതിൽ ചിലത് പറയാനുണ്ട്. ആദ്യം ചെറ്റപ്രയോഗം എന്ന് പറയാൻ മറുപടി കൊടുത്തല്ലോ പുള്ളി. ചെറ്റ എന്ന് പറയുന്നത് പുള്ളി ചെറ്റക്കുടിയിൽ നിന്ന് വന്നതാണ്. പുള്ളിയുടെ സംസ്കാരം അത്രയേ ഉള്ളൂ. അതല്ലേ പരനാറി എന്ന് പറഞ്ഞത്. നാട്ടിൽ നിന്നിട്ട് ഇത്ര നാളും നിന്ന് ഇത് അനുകൂലിച്ച് നിന്നിട്ട് പോയത് മോശമല്ലേ? ചെറ്റയെന്ന് വിളിക്കണ്ട, പക്ഷേ അത് നമുക്കത് പറയാൻ പറ്റത്തില്ല. വിളിച്ചത് ശരിയല്ല, പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെയാണോ ഒരു മനുഷ്യനെ കുറിച്ചൊക്കെ പറയണത്? അദ്ദേഹം എടുത്ത നിലപാട് അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലപാടാണ്. അതനുസരിച്ച് മൂപ്പര് മത്സരിക്കുന്നു. UDF പിന്തുണ കൊടുക്കുന്നു. വൻ ഭൂരിപക്ഷത്തിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ വിജയിക്കും. എല്ലാ മനുഷ്യർക്കും അവരവരുടെ അവകാശങ്ങളില്ലേ? ഒരു പാർട്ടിയിൽ നിന്ന് മാറാനും പാർട്ടിയിൽ കയറാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. അത്രയ്ക്ക് ചെറ്റകളാണ് അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നത്. സുധാകരൻ സാർ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല മനുഷ്യനാണ്, നല്ല പ്രവൃത്തിയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പുള്ളി തന്നെ ജയിക്കണം. അതാ വിവരമില്ലാത്തവർ വിളിക്കുന്നു. അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്തായാലും അവരുടെ പാർട്ടി ജയിക്കുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഇത് വെച്ചിട്ട് നോക്കാനാണ് ഞങ്ങൾ ചിത്രരഞ്ജൻ്റെ ഇതാണ്. ഞങ്ങളുടെ അവിടെയും ചിത്രരഞ്ജനാണ്. പിന്നെ ഇത് ഇപ്പോൾ സുധാകരൻ മത്സരിച്ച് കഴിഞ്ഞാൽ സുധാകരൻ ഉറപ്പായിട്ട് എന്തായാലും ജയിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നുവെച്ചാൽ പുള്ളി ഒരു നല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തതല്ലേ. ഇത്ര ഇതായിട്ട് ഇങ്ങനെ പറയാവോ? പിന്നെ അവരേതെങ്കിലുമൊക്കെ സാധനം കൊടുക്കത്തില്ലേ? ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയാവോ? ഒരാളുടെ സ്ഥാപനം നിന്നിട്ട് ഒരാൾ അയാളുടെ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് അയാളെ തെറി പറയാൻ പറ്റുമോ? ആലപ്പുഴയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താനാകാത്ത സാന്നിധ്യമാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലം ഇന്നും ജനങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ പാർട്ടിയിൽ നിന്ന് മാറി UDF പാളയത്തിലേക്ക് ചേക്കേറിയ ജി സുധാകരന്റെ നടപടിയോട് ജനങ്ങൾക്ക് അല്പമൊരു അനിഷ്ടവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും ചെറ്റ എന്ന് വിളിക്കേണ്ടതുണ്ടായിരുന്നോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചെറ്റപ്രയോഗം ബാലറ്റ് ബോക്സിൽ പ്രതിഫലിക്കുമോ എന്നാണ് ഇനി കാണേണ്ടത്. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ. അതുതന്നെയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ചെറ്റത്തരം, ചെറ്റ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കേണ്ടായിരുന്നു, ഇത് അല്പം കൂടിപ്പോയി, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് തന്നെയാണ് ജനങ്ങൾ ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്.